പെട്ടെന്ന് പെട്ടെന്ന് പോടും, ഇവിടെ മൊത്തം ആനയാണ്. അയാൾ റിവേഴ്സ് ഗിയർ കിട്ടണമെന്നപ്പോൾ ഞാനങ്ങ് പേടിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ആ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിലും എനിക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. അയ്യോ, നല്ല രീതിയിൽ തന്നെ കോട ഇറങ്ങിയണ്ട. ആ ഡാമിൻ്റെ ഒരു വ്യൂ കണ്ടാ, നമ്മൾ താഴെ നിൽക്കുക ഡാമിൻ്റെ. എൻ്റെ മോനെ ഏതാണ്ട് ഇത് കണ്ടാ 3 ഷട്ടർ ഉണ്ട് കേട്ടോ, 3 ഷട്ടർ. ക്യാമറ ഓണല്ലേ ആന്ന്. ഇത് കണ്ട ഫ്രണ്ടിലോട്ട് നോക്കിയേ. അല്ല, മേളിൽ നിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഉണ്ട് 3 ഷട്ടറുണ്ട്. ഈ ഡാം വെള്ളം തുറന്ന് വിടുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ ഒഴുകി വരുന്ന ഇങ്ങനെ കാണാനായിട്ട് കേട്ടോ. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. വലിയ വണ്ടിയൊന്നും വരുത്തില്ലെങ്കിൽ. ഇതുണ്ടോ, ഷട്ടറിൽ നിന്ന് വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ താഴെ വന്ന് കുത്തി വീഴത്തില്ല കണ്ടോ. ഷട്ടർ വെള്ളം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബക്കറ്റ് പോലെ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് നിറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. അല്ലെ കുത്തി വീണ് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഇങ്ങനെ കുത്തി വീണ് കഴിഞ്ഞാൽ പാറയ്ക്കകത്തൊക്കെ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തന്നെ മൊത്തം ഗർത്തമോ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട്. അപ്പോൾ പിന്നെ കുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, അത് ഡാമിൻ്റെ തന്നെ ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ളൊരു സിസ്റ്റമാണ്. നേരെ വന്നിങ്ങനെ ഒഴുകി വന്ന് അവിടെ ഒരു ബക്കറ്റ് പോലെ വലിയൊരു ടാങ്കാണ് താഴെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എന്താണ് ഓവുണ്ട്. ആ ഓവും ഉണ്ട്. പിന്നെ അതിനകത്ത് ഓവർഫ്ലോ ആയിട്ട് അതിനകത്തു നിന്നാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഇത്ര ശക്തമായിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ ആ ഒരു ആഘാതം ആ ഡാമിൻ്റെ അടിത്തറയ്ക്ക് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തം ഗർത്തങ്ങളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, പല കുഴികളും വലിയ വലിയ കുഴികളാണ്. മനസ്സിലായില്ലേ? ഇനി ഈ വെള്ളം ഒഴുകിയിട്ട് റോഡിന് അപ്പുറത്തോട്ടാണ് പോകുന്നത്. റോഡിൻ്റെ അപ്പുറത്ത് ഈ ഒരു സൈഡിലോട്ടാണ് ഒഴുകി പോകുന്നത് വെള്ളം. ഇത് കണ്ടില്ലേ, ഇവിടെയും അതേ അവസ്ഥ തന്നെ. ഇവിടെയും ഷട്ടർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയും ചെറിയ ഷട്ടറിൻ്റെ അടിയിൽ കാണണം, കാരണം വലിയ തൂണൊക്കെ ഇരിക്കുന്നു. നല്ല രസമുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങേ അറ്റത്ത് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ ശ്രദ്ധിക്കണം, ഭയങ്കര മുട്ടൻ കുഴികളൊക്കെ ഉണ്ട്. മുട്ടൻ കുഴികളൊക്കെ, അതിനകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ അറിയത്ത് പോലും ഇല്ല. നമ്മൾ വിചാരിക്കും ചെറിയ കുഴിയാണ്, ചെറിയ വട്ടക്കുഴിയാണ്. പക്ഷെ നല്ല ആഴം കാണും ഇതിന്, നല്ല ആഴം കാണും. ഇതാണ് ഷോളയാർ ഡാം എന്ന് പറയുന്നത്. നിങ്ങൾ ഷോളയാർ ഡാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടോ കേട്ടോ. ആൾക്കാർ ഷോളയാർ ഡാം കാണാനായിട്ട് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നു. ഡാമൊക്കെ കണ്ട് സ്ഥിതിക്ക് നമുക്കിനി ഇവിടുന്ന് നൈസായിട്ട് തെറിക്കാം. നമ്മളെവിടെ ചെന്നാലും ഫാമിലീസ് വരും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടുന്ന് ഡാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിവിടുന്ന് വീണ്ടും മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. വീട്ടിലേക്ക് 240 കിലോമീറ്റർ ഉണ്ട്. ഇതെന്തോ സാധനം, അതും തമിഴിൽ. ഇതെന്ത് ബിൽഡിംഗ് ആണെന്ന് പോലും അറിയാൻ വയ്യ. എന്തോ ഗവൺമെൻറ് ഓഫീസാണോ? അല്ല, ആ പോലീസ് സ്റ്റേഷൻ. എൻ്റെ മോനെ, പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ പോലും ഈ തമിഴിൽ അവർ എഴുതി വെച്ചേക്കുന്നത്. ഒരു സ്റ്റേഷൻ കണ്ട സ്റ്റേഷനാണെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണെന്നല്ല. ഈ തമിഴന്മാരെ കൊണ്ട് തോറ്റ്. എന്തിനാണ് ഇത്ര ഒരു ഭാഷാസ്നേഹം? ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് അറിയാം, അകത്ത് പോലീസുകാരുണ്ടോ എന്ന് എത്തി നോക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങൾക്ക് അകത്തൊക്കെ പോലീസുകാരിരിക്കുന്നത്. എപ്പോഴും മനസ്സിലായി പോലീസ് സ്റ്റേഷനാണ്. എൻ്റെ പൊന്നോ, നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭ്രാന്തമായിട്ടുള്ള കൾച്ചറുമായിട്ട്, അവരുടെ കൾച്ചറിനോട് അവർക്ക് അത്രയ്ക്ക് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ്. അവിടെ മനസ്സിലായില്ലേ? അതാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടോ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ രാത്രിയിൽ ആനയും കടുവയൊക്കെ ഇറങ്ങും. ഏതാണ്ട് ഈ ഒരു ഏരിയ കണ്ടൊക്കെയാണെന്ന് തോന്നുന്നത്. മുട്ടൻ്റെ ഒരു കാളയെന്ന പശു വന്നു, മുട്ടൻ സൈസ്. ഏതാ സ്ഥലം? ആനമല ചാലക്കുടി റോഡ്. ആനമല ചാലക്കുടി റോഡിൽ കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട വെള്ളച്ചാട്ടത്തിനകത്ത് കുളിക്കുന്ന ടീംസൊക്കെ ഫോട്ടോഷൂട്ടാണ്, കുളിക്കുകയല്ല. ഐ തിങ്ക് ഇതാണ് ചെക്ക് പോസ്റ്റ് എന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് നമ്മൾ പേരും നമ്പരും ഒക്കെ എഴുതി കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആതിരപ്പള്ളിക്ക് 50 കിലോമീറ്റർ, ചാലക്കുടിക്ക് 81 കിലോമീറ്റർ, കൊച്ചിക്ക് 135 കിലോമീറ്റർ. പേരും നമ്പരൊക്കെ എഴുതി കൊടുക്കണോ വേണ്ടേ? ചോദിച്ചോന്നില്ല, പോകാമെന്ന് തോന്നുന്നു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണിത്. ഞാൻ അയാളുടെ മുഖത്തോട്ട് തന്നെ നോക്കി, കാരണം ചെക്ക് പോസ്റ്റ് ആകുമ്പോൾ നമ്മളവരെ നോക്കണം.
ഇത് റോഡ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഓഫ് റോഡുണ്ട് കേട്ടോ. പക്ഷേ വലിയ ഓഫ് റോഡല്ല, റോഡ് മോശമാണ്. നമുക്ക് പയ്യെ പോയി കഴിഞ്ഞാൽ അല്ല ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ക്ലച്ച് വിട്ടിട്ടേ ഉള്ളൂ. കൈ ഞാൻ പിടിച്ചേക്കുന്നേ ഉള്ളൂ. ക്ലച്ച് വിട്ട ആ ഒരു ഇതിൽ വണ്ടി റോൾ ചെയ്തങ്ങ് പോവുകയാണ്. കാരണം ഓഫ് റോഡല്ല, റോഡിൽ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഉണ്ടെന്നേ ഉള്ളൂ. കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്നും പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ, മലയാളി ഹോട്ടലാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടത്, അതായത് ആതിരപ്പള്ളി ഭാഗത്തുള്ള ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ പേരും മേലുഗ്ലാസും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആ വണ്ടി എങ്ങും നിർത്തരുത് എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് കയറ്റി വിടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് വന്നിട്ട് നമ്മളിവിടെ എത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചെക്ക് പോസ്റ്റിന് മുന്നേ ആയിട്ടാണ് ഈ കൃഷ്ണേട്ടൻ്റെ കട എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിലല്ലേ ശരിക്കും എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്യേണ്ടത്? പക്ഷെ അവർ നോട്ട് ചെയ്തില്ലല്ലോ. അത് എൻ്റെ ജീവനൊരു വിലയില്ലേ? ഞാൻ കാട്ടിനകത്ത് കാണാൻ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് കയറി പോയിട്ടുണ്ടെന്ന് എന്താ തെളിവ്? ഞാൻ അയാളുടെ മുഖത്തോട്ട് നോക്കി. അവർ പോലീസുകാരവിടെ നിന്നപ്പോൾ, പോലീസോ ഫോറസ്റ്റുകാരോ അയാളവിടെ നിന്നപ്പോൾ ഞാൻ അയാളുടെ മുഖത്തോട്ട് നോക്കി. അയാൾ എന്നെ കണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള വികാരവും അയാളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. എന്നുവെച്ചാൽ വണ്ടി നിർത്തണമെന്നോ എൻ്റെ അടുത്ത് നിർത്താൻ പറയും അങ്ങനെ ഒന്നും ചെയ്യുകയോ ഒരു ആംഗ്യം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. പരയാടിനെ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അതെങ്ങനെ കോമഡി എന്ന് വെച്ചാൽ കാട്ടിനകത്ത് മൊത്തം വളർത്തുമൃഗങ്ങളാണ്. പശു, ആട്, പട്ടി, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ. ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്തോ ചെയ്യാനാന്ന് പറയാം. അടുത്താണ് ഇവറ്റകൾക്കൊക്കെ ചെക്ക് പോസ്റ്റ് നോക്കാൻ. എൻട്രി ചെയ്യണോ? നമ്പരാണോ? എടുത്തു കാണണോ? നമ്പർ പ്ലേറ്റും ഞാൻ നേരത്തെ പറഞ്ഞ് മറ്റേ ചെക്ക് പോസ്റ്റ് ആയിരിക്കും. ആ ചെക്ക് പോസ്റ്റ് അല്ല, ഇതാണ് സംഭവം. ഇത് പോലീസ് സ്റ്റേഷനാണ്. വെഹിക്കിൾ രജിസ്ട്രേഷൻ റൂമുണ്ട്, എക്കോ ഷോപ്പ്, പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ അതെന്തോ അങ്ങനെ ഏതാണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തൊരു ബിൽഡിംഗ് കേട്ടോ. ഇവിടെ വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത്, അതായത് വണ്ടിയുടെ എൻ്റെ പേര്, വണ്ടിയുടെ നമ്പർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തു. അവർക്ക് സ്ലിപ്പ് തന്നെനിക്ക്, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് വണ്ടിയുടെ നമ്പർ നോക്കത്തില്ല, പുള്ളി അവിടെ നിന്ന് ഇരിക്കുക. അതുകൊണ്ട് എൻ്റെ അടുത്ത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ലെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, പൊക്കോളാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിർത്തരുത് എന്ന് നമ്മൾ മുന്നേ പല വീഡിയോസിലും. കോട ഇറങ്ങുന്നുണ്ടോ? പൈസ അവിടെ കണ്ടോ? കോട ഇറങ്ങുന്നുണ്ടോ? കോട കാണിച്ചാൽ ഇത് ഭയങ്കരമായിട്ട് കോട ഇറങ്ങുന്നു കേട്ടാ. ഇങ്ങോട്ട് വന്നില്ല, അവിടെ ആ ഭാഗത്ത് ഭയങ്കര കോട. ഒന്നും കാണാൻ വയ്യ ഗൈസ്. ഒന്നും കാണാൻ വയ്യ. നല്ല രീതിയിൽ തന്നെ കോട ഇറങ്ങിയണ്ട. അടിപൊളി. കണ്ണു കാണാൻ വയ്യ. ഇവിടെ മൊത്തം വന്ന് മൂടിയല്ലോ. മൊത്തം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ ഉള്ളവർക്ക് എന്ത് രസമായിരിക്കും എന്ന് പറയുക. ഫുൾ ഇടയ്ക്ക് ഇങ്ങനെ കോടയൊക്കെ ഒന്ന് മൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല കിടിലുമായിരിക്കും. എന്നാ വൈബായത്. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ല? ഇവിടെയൊക്കെ ഒന്ന് താമസിക്കണം, രസമായിരിക്കും. കോട അങ്ങ് പോയി. ഇച്ചിരി ആളും അനക്കമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല രീതിയിൽ തന്നെ
മഞ്ഞങ്ങ് കയറി വന്നായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. താഴോട്ട് നല്ല കോടയാണ്. താഴോട്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ റോഡ് ക്ലിയർ ആണെങ്കിലും കണ്ട ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങുന്നത് ഒരു തരത്തിൽ നമുക്കൊരു അപകടമാണ്. കാരണം കാട്ടിനകത്ത് വെച്ച് കോട കയറി കഴിഞ്ഞാൽ മുന്നിലുള്ളത് കാണാൻ പറ്റിയില്ലെങ്കിൽ ആനയോ കടുവയോ വല്ലതും ഒക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. നമുക്ക് നൈസായിട്ട് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒന്നും വലിയ സീൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇവിടെയൊക്കെ ആൾപ്പെരുമാറ്റം ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇച്ചിരൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം നമുക്ക് നൈസ് പണി കിട്ടാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിത് കാണണം ഗൈസ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വരണം. എൻ്റെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഈ ഒരു സ്ഥലം വന്നിട്ടില്ലെങ്കിൽ വന്ന് കാണണം. റൈഡ് ചെയ്യണം, ബൈക്കിൽ തന്നെ റൈഡ് ചെയ്യണം. ഇവിടെ റോഡ് നേരത്തെ കണ്ട പോലൊന്നും അല്ല. നേരത്തെ ഓഫ് റോഡൊക്കെ ചെറിയ സാമ്പിളായിരുന്നു. ഇത് അത്യാവശ്യം മെനക്കെട്ട പണിയാണ്. കാരണം നേരത്തെ ഒഴിഞ്ഞു മാറി പോകാൻ ഗ്യാപ്പെങ്കിലും ഉണ്ട്. ഇതങ്ങനെ ഗ്യാപ്പ് പോലും ഇല്ല. മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് വണ്ടി കയറി പോകാതെയൊന്നുമില്ല. മൊത്തം ഇങ്ങനെ ചാടി പോകാവുന്നേ ഉള്ളൂ. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ മൊത്തം റെഡാണ്. മാപ്പിനകത്തോട്ട് നിങ്ങൾ നോക്കിയേ, ചുമന്ന് കിടക്കുന്നത് ചോര പോലെ. ചോരപ്പുഴയത് കാട്ടിനകത്ത് ചോരപ്പുഴയില്ലേ, അതേപോലെ മാപ്പിനകത്ത് വഴി കിടക്കുന്നത് ചുവന്ന്. അത്രയ്ക്ക് പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. സത്യം, എന്തോ റോഡായത്. റോസ്മലയിൽ പോലും ഇല്ല ഇത്രയും പയ്യെ ഇഴഞ്ഞ്. വണ്ടിയുടെ റേഡിയേറ്റർ ഫാൻ വരെ ഓണായി, ചൂട് കാരണം. ഇത്രയും കിടന്ന് പയ്യെ ഇട്ട് ചാടിച്ച്. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിലും എനിക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. എന്നാലും നമ്മൾ വീഡിയോ ഇടും, എന്നെങ്കിലും ഒരിക്കൽ ക്ലച്ച് പിടിക്കുമല്ലോ. ഒന്ന് ആന വല്ലതും ആന്നോ? ആന വല്ലതും എനിക്ക് ഇവിടെ വെച്ചും തിരിക്കും. അയാൾ റിവേഴ്സ് ഗിയറൊക്കെ ഇട്ടേക്കുന്നു. അയാൾ റിവേഴ്സ് ഗിയറൊക്കെ ഇട്ടുകൊണ്ടുവന്നപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ആ ഫ്രണ്ടിൽ ആനയുണ്ട്, അതുകൊണ്ട് അയാൾ റിവേഴ്സ് ഇട്ടേന്ന്. നമ്മുടെ അടുത്ത് കയറി പോകാൻ പറയുന്നുണ്ട് അയാൾ കേട്ടോ. എന്താ സംഭവം എന്നറിയാൻ വയ്യ. ഞാനങ്ങ് വരണ്ടു പോയി. കാരണം ആ ബാക്കിലോട്ട് ഇപ്പം മാറിയ കാറില്ലേ, അയാളാണെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് പുറമോട്ട് ഉരുട്ടിക്കൊണ്ട് വരുന്ന കാർ. അപ്പോൾ ഇയാൾ കയറി പെട്ടെന്നങ്ങ് ചവിട്ടി. ഞാൻ വിളിച്ച് ഫ്രണ്ടിലെങ്ങാണ്ട് ആന വന്ന്, അതുകൊണ്ട് റിവേഴ്സ് ഇട്ടായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. റോഡിൻ്റെ കണ്ടീഷനെ നോക്കി വല്ല ആനയോ കാട്ടുപോത്തോ വല്ലതും വന്നു കഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് ഓടാനേ പറ്റത്തുള്ളൂ. റോഡെങ്കിലും നല്ല റോഡായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് തെന്നി അടിച്ചിട്ട് വീഴൊന്ന് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ ശരിക്കും എൻ്റെ നെഞ്ചങ്ങ് കത്തിക്കാളി. അയാൾ റിവേഴ്സ് ഗിയർ ഇട്ടുകൊണ്ടേ ബാക്കിലത്തെ റിവേഴ്സിൻ്റെ ലൈറ്റില്ലേ, അത് കത്തി കാറ് പുറകോട്ട് ഇങ്ങനെ ഉരുളുന്നു. അപ്പോൾ ഇയാൾ കൊണ്ട് ചവിട്ടിയും കൂടെ ചെയ്ത് അതിൻ്റെ പുറകെ ഞാനങ്ങ് വരണ്ട്. അത് മാത്രമേ വളവുക, ഫ്രണ്ട് നമുക്ക് കാണാനും പറ്റിയില്ല. അത് നൈസായിട്ട് ഉമാരുടെ കൂടെ അങ്ങ് പോയാൽ മതി. ആന വല്ലതും ഉണ്ടെങ്കിലോ. അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താ പറയുക, ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അതേപോലെ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നവർക്ക് നമ്മളെ കാണുമ്പോഴും. റോഡ് രസമുണ്ട് കേട്ടോ. അഡ്വഞ്ചർ എന്ന് പറയുന്നത് നൈസ് അഡ്വഞ്ചറാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2000 രൂപ ഫൈനാണെന്ന്. അയ്യോ റോഡ് മൊത്തം ഇലകളൊക്കെ വീണ് കിടക്കുന്നു. അയ്യോ പെട്ടെന്ന് പോടും. ഇവിടെ മൊത്തം ആനയാണ്. മൊത്തം ഒടിച്ചിട്ടേക്കുന്നു ഇവിടെ മൊത്തം. എടാ ചില്ലകളെല്ലാം ഒടിച്ചിട്ടേക്കുന്നു. ആനയാ അല്ല ഒന്നുമല്ല. പോട്ടെ എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. ഈ റോഡൊന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കി വെച്ചായിരുന്നെങ്കിൽ അത്രയെങ്കിലും സമാധാനം കിട്ടിയാനെ. മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയല്ലേ ഇതൊക്കെ. ഇത്രയും മൃഗങ്ങളുള്ള ഈ സ്ഥലത്തെ റോഡ് ഇച്ചിരി മര്യാദയ്ക്ക്, റോഡ് പണിയാൻ പോലും ആൾക്കാരെ കിട്ടുന്നുണ്ടായിരിക്കത്തില്ല മിക്കവാറും. ഇവിടെ നിന്ന് പണിയുണ്ടായോ? എനിക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ച് അറിയത്തില്ല. ഇവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചോ മൃഗങ്ങളുടെ സൈറ്റിനെക്കുറിച്ചോ ഒന്നും എനിക്ക് അറിയത്തില്ല. അതാണ് എനിക്ക് ഇത്രയും പേടി കൂടുതൽ. പക്ഷെ ഇത് ഭയങ്കര നിഗൂഢ വനം പോലെ. ഇത് നോക്കി എന്താ ഇരുട്ടാൻ നോക്കിയേ കാട്ടിനകത്ത്. അയ്യോ ഒരാനയുടെ അലർച്ച നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടതുപോലൊരു തോന്നൽ. ചേട്ടാ വണ്ടി വിട്ടോ, ഇവിടെ റേഞ്ചൊന്നുമില്ല, മാപ്പൊന്നും കാണിക്കുന്നില്ല. അയ്യോ ഞാനും വരുന്നോ? ഈ ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടേണ്ടോ എന്നെ കൂടെ കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കും ഞാൻ കിടന്ന് ആക്ട് ചെയ്യാന്ന്. ഒരു 30% ആക്ടിങ് ആണ്, പക്ഷെ 70% പേടി ഉണ്ടായതുകൊണ്ടാണ് ഗൈസ്. സത്യം. ഭഗവാനെ മഴ പേടിയാവുന്നു എനിക്ക്.
മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ. എൻ്റെ ഭഗവാൻ, ഇതാ പുലിയുടെ പടം, വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതിനെ വേഗത കുറച്ച് ഓട്ടിക്കുകയാണ്. എന്നിട്ട് പുലിയുടെ പടം ഉള്ളതായി ഒന്ന് ധൈര്യം പിടിച്ച് വന്നത്. ആ ധൈര്യം അങ്ങ് പോയി, വന്ന പോലെ അങ്ങ് പോയി. എവിടെയാ കാറുകാരെ? എടോ കാറുകാരെ നിൽക്കണോ, എന്നെയും കൂടെ കൊണ്ടുപോകണു. ആനപ്പിണ്ടം, ഭഗവാനെ, ആനപ്പിണ്ടം. എനിക്ക് അറ്റാക്ക് വരുന്നു, നെഞ്ചൊക്കെ ഇടിക്കുന്നുണ്ട്. അയ്യോ, ശരീരമൊക്കെ ചൂടാവുന്നു. ഇത്രയും തണുപ്പത്ത് എൻ്റെ ശരീരമൊക്കെ ചൂടാവുന്നു കൈസ്. ആ കാറുകാരൻ കൊണ്ട് പോകുന്നു. ഇവിടെ മൊത്തം ആനപ്പിണ്ടം കൈസ്. റോഡിൽ മൊത്തം ആനപ്പിണ്ട. നമുക്ക് ആ കാറുകാരൻ്റെ കൂടെ തന്നെ പോയാൽ മതി. ഓ, ശരിക്കും പേടിയാവുണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കടുവ, കാട്ടുപോത്ത്, ആന, പുള്ളിപ്പുലി, കരടി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉള്ള അവരൊക്കെ ഇറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്ന കൊടും കാട്ടിക്കൂടെയാണ് ഞാൻ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ടോ എന്ന്? എനിക്ക് പേടിയായിട്ട് പാടില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു പേടിക്ക് ഒരു സുഖമുണ്ട്. അതാണ് എന്നെ വീണ്ടും വീണ്ടും കാട് കയറാനും മല കയറാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ കണ്ടോ, ഭയങ്കരമായിട്ട് വെറ്റായിട്ട് കിടക്കുക റോഡ്. പിന്നെ നമ്മുടെ ടയർ ഇതായതുകൊണ്ട് പിന്നെ നമുക്ക് ട്രാംബ്ലർ XR അടിപൊളി ടയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കുറേ പേടി എൻ്റെ അങ്ങ് പോയി കേട്ടോ. കാരണം ഇത്രയും ദൂരം നമ്മൾ ഈ ഒരു കാടിനെ അറിഞ്ഞ് വന്നതല്ലേ. ആതിരപ്പള്ളി ആവാറായി, ആതിരപ്പള്ളി. എൻ്റെ പൊന്നേ, അയ്യോ, ആന വരുന്നു, ആനയെ കണ്ടേ. അയ്യോ, ആ കണാപ്പൻ എന്നെ ഒന്ന് വിരട്ടിയതോ? അത് എനിക്ക് തോന്നിയാന്നോ? അത്രയും നേരം ഇടതുകൂടെ പോയെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലത്തോട്ടൊന്ന് കയറി വന്നില്ലേ എന്നൊരു സംശയം. വലതുവശം നോക്കിയേ, നമ്മൾ അതിലെ കൂടെ ഒക്കെ പാസ് ചെയ്തു. എന്നാ രസം നോക്കിയേ കാണാൻ. അയ്യോ, വണ്ടി നിർത്തിയിട്ടേക്കുന്നു. ആന വല്ലതും ആണോ? കരിങ്കുരങ്ങ് കൈസ്. നിങ്ങൾ കരിങ്കുരങ്ങനെ കണ്ട കൈസ്? ഇയാൾ എന്ത് കാണിക്കുന്നത് ക്ലാപ്പനൊക്കെ? നല്ല സ്ഥലത്താണല്ലോ പാർക്കിങ്. എന്താണ് കരിങ്കുരങ്ങനെ കണ്ടേ? ആ ഹെയർ പിന്നിൻ്റെ ബെൻഡിൽ തന്നെ കൊണ്ടുപോയി വണ്ടി നിർത്തിയേക്കുന്നു ക്ലാപ്പൻ. ഒരു സ്ഥലം പോകരുത്, അതുകൊണ്ട് ഇത്തിരി പോകുന്ന സ്ഥലമേ ഉള്ളൂ. നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ട്, ചെറിയ ഫെൻസിങ് ഉണ്ട്. ബാക്കിലോട്ട് ഫെൻസിങ് ഇല്ലായിരുന്നു, അതൊരു വളവും കൂടെ. സ്പീഡ് കൂടി വന്ന് നമുക്ക് കൺട്രോൾ വിട്ട് ഒന്ന് അയ്യത്തോട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞുണ്ടല്ലോ, ഇത്രയും അഗാധമായ ഗർത്തത്തിലേക്കായിരിക്കും നിങ്ങളും വണ്ടിയും കൂടെ ചെന്ന് പതിക്കുന്നത്. വലിയ കൊക്കയാണ് ഇടതുവശം. ഇവിടെ ഫെൻസിങ് ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ഫെൻസിങ് ഉണ്ട്. ആ പുറകിലെ ഒരു വളവിൻ്റെ ഭാഗത്ത് ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമാണ് ഗൈസ്, നല്ല വെള്ളമാണ് ഗൈസ്. നല്ല രീതിയിലുള്ള വെള്ളമായിരുന്നു കേട്ടോ അവിടെ. ഓ, ആനയുണ്ടോ? ആനയൊന്നുമില്ല, വേസ്റ്റാണ്. രണ്ട് പയ്യന്മാർ വന്നതേ, ആനയുണ്ടോ? ഞാൻ ഡാന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ അറിയുന്ന ആരെങ്കിലും ആണോ, ചിലപ്പോൾ ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ വല്ലതും കണ്ടിട്ട് നിർത്തിയതോ എന്നൊക്കെ വിചാരിച്ച്. അവന്മാർ വന്നിട്ട് ചോദിക്കുക, ആനയുണ്ടോ? ആന ഞാൻ പറയില്ല. മനുഷ്യൻ ആനയെ കാണും എന്നുള്ള പേടിയിൽ വരുന്നത്. ഇവന്മാർക്ക് പേടിക്കണ്ട, ഇവന്മാർ 3-4 ബൈക്കില്ലേ, 3-4 ബൈക്കിനകത്ത് 8 പേരില്ലേ. അപ്പോൾ അവന്മാർക്ക് അത്രയും പേടി വരുന്നില്ല. പേടി വരത്തില്ലെന്നല്ല, നല്ല ധൈര്യം കാണും. ഇത് ആനയുടെ പണിയാണെന്നോ അതോ മനുഷ്യൻ്റെ പണിയാണെന്നോ? മനുഷ്യൻ്റെ പണിയായിരിക്കും കേട്ടോ. അത് വെട്ടി മുറിച്ചിട്ടേക്കുക. പെൻസ്റ്റോക്ക് പാലം ഇത് കണ്ടില്ലേ? വെള്ളം കൊണ്ടുവന്ന പൈപ്പാണ് മുകളിൽ നിന്നും. സോളാർ വാട്ടർ പവർ ഹൗസ്, ആ ഡാമിൽ നിന്ന് വെള്ളം താഴോട്ട് കൊണ്ടുവന്ന പൈപ്പാണിത്. പെൻസ്റ്റോക്ക് പൈപ്പ് അല്ല, പെൻസ്റ്റോക്ക് ബ്രിഡ്ജ്. പാലത്തിൻ്റെ പേരാണ് പെൻസ്റ്റോക്ക് ബ്രിഡ്ജ് എന്ന് പറയും. ഒരു കൂട്ടം പോത്തുകൾ. ഞാൻ വിചാരിച്ച് കാട്ടുപോത്തായിരിക്കുമെന്ന്. നിങ്ങൾ കണ്ടോ? എന്താ ക്യാമറക്കകത്ത് കിട്ടിയിട്ടുണ്ടാവണം. എൻ്റെ സത്യം പറയല്ലേ, എൻ്റെ പെറ്റ അമ്മയാണ് എൻ്റെ ചങ്കങ്ങ് കൊളുത്തിപ്പിടിച്ച്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കാട്ടുപോത്തല്ല, നമ്മുടെ നാട്ടിൻപുറത്തെ പോത്ത് തന്നെ. പക്ഷെ ഒരു നിമിഷം കണ്ടപ്പോഴുണ്ടല്ലോ ശരിക്കും എനിക്ക് അറ്റാക്ക് വരുന്നല്ലോ. കാരണം 1-2 വല്ലോ അന്ന് എത്ര എണ്ണു എൻ്റെ ഓപ്പോസിറ്റ് നടന്നു വരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഒരു ആനയായിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തേനെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
ഇത്രയും സാധനങ്ങൾ വന്നെടുക്ക്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. കണ്ടു കാണും. മിന്നായം പോയെങ്കിൽ പോലെങ്കിൽ കണ്ടു. മിന്നായം പോലെങ്കിലും കണ്ടു കാണും. ഒരു വളവ് തിരിഞ്ഞങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയും, അത് മുന്തിയ സൈസ് ഫ്രണ്ടിൽ പോയാലേ കണ്ടായിരുന്നു. മുട്ടൊരു സാധനം. അയ്യോ, ഞാൻ ഒരു നിമിഷം കാട്ടുപോത്താണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ കാട്ടുപോത്തല്ല.